ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഐബെലിൻ്റെ ടെഡൻ 02 എന്ന് പറഞ്ഞ LED TV ആണ്. നിങ്ങൾക്കിവിടെ കാണാം സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തപ്പോൾ തന്നെ ബാക്ക് ലൈറ്റ് ഒന്നും വരുന്നില്ല, പിക്ചറൊന്നുമില്ല, ഫുൾ ബ്ലാക്കാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ബാക്ക് ലൈറ്റ് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ എന്നുള്ള മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മൊബൈലിലെ ഫ്ലാഷോ അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റോ ഉപയോഗിച്ചിട്ട് സ്ക്രീനകത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ അകത്ത് പിക്ചറോ അല്ലെങ്കിൽ ചെറിയ ലെറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു 80% LED ആവാനും സാധ്യത. ബോർഡാണെങ്കിൽ ഇത്തരത്തിൽ വരാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ലൈറ്റ് അടിക്കുമ്പോഴത്തേനും ഉള്ളിൽ B എന്ന ലെറ്റർ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. അത് ഐബെലിൻ്റെ B ലെറ്റർ കാണാൻ സാധിക്കും. 80% LED ആവാൻ തന്നെയാണ് ചാൻസ്. കാരണം ഇവിടെ പ്ലാസ്റ്റിക് ബോഡിയാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഫുൾ മേക്ക് ചെയ്തിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന ടിവികളൊക്കെ മെറ്റൽ ബോഡി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ്, അതായത് LED പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ ബോഡി ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ അതില്ലാത്തതുകൊണ്ടായിരിക്കാം LED പോകാൻ സാധ്യത കൂടുതൽ. അപ്പോൾ എന്തായാലും നമുക്ക് LED തന്നെയാണോ എന്ന് ആദ്യം ബാക്ക് കവർ അടിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഡയനോറ അല്ലെങ്കിൽ ബ്ലൂബെറീസ് എന്ന് പറഞ്ഞ ബ്രാൻഡുകളിലൊക്കെ പോലെ തന്നെ ചെറിയൊരു കോംബോ PCB ആണ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണുന്ന ചെറിയൊരു കോംബോ PCB ആണ്. അപ്പോൾ അത് തന്നെ നമുക്ക് എൻ്റെ LED കണക്ടർ റിമൂവ് ചെയ്ത് LED ചക്കർ വെച്ച് LED തന്നെയാണോ എന്ന് ജസ്റ്റ് പുറത്ത് വെച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും. LED വർക്കിംഗ് ആണെങ്കിൽ അവിടെ ചെറിയ രീതിയിൽ വോൾട്ടേജ് കാണിക്കും LED ചക്കറിൽ. ഇവിടെ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഇവിടെ കാണിക്കുന്നത് 300. അതായത് വോൾട്ടേജ് ഒന്നും അത് ഔട്ട്പുട്ട് എടുക്കുന്നില്ല. LED ഡ്രൈവിൻ്റെ ഔട്ട്പുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് 300 എന്ന് കാണിക്കുന്നത്. LED ലൈറ്റുകൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ 300 കാണിക്കുന്നത്. അതായത് ഔട്ട്പുട്ടൊന്നും എടുക്കുന്നില്ല ഡ്രൈവ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിനകത്തുള്ള പാനൽ PT പാനൽ എന്ന് പറയും. അതായത് 32 ഇഞ്ചിൻ്റെ സൈഡ് കോഫൊക്കെ വരുന്ന ഒരു PT പാനലാണ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ 32 സീരിയൽ വലിയ തിരക്കടില്ലാത്ത ഡിസ്പ്ലേ ആണ്. അത്ര മോശം അല്ലെങ്കിൽ അത്ര ബെറ്റർ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിനകത്ത് സൈഡ് കോഫ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം ലൈഫ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ എല്ലാ LED ടിവിലുള്ള പോലെ തന്നെ താഴെ എല്ലാ സ്ക്രൂവും നമ്മൾ റിമൂവ് ചെയ്യണം. അതുപോലെ ബോഡിയിൽ ഫ്രെയിമിലും വരുന്ന സ്ക്രൂ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാനൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ടീക്കോം ബോർഡ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അത് മാക്സിമം IPO അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ തിന്നായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മാത്രം ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ കോഫിനോ അല്ലെങ്കിൽ ഈ സ്കെലാർ PCBക്കോ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ പാനൽ വർക്ക് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് സിംറ്റംസൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ അത് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിമും ബോഡിയൊക്കെ പ്ലാസ്റ്റിക് ചെയ്തുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഈ ഫ്രെയിം നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഓപ്പണറാണ്. ചിലതൊക്കെ നമ്മൾ സാധാരണ ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണർ വെച്ച് ഉപയോഗിക്കാറുണ്ട് മെറ്റലിൻ്റെ തന്നെ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കാണ്. കാരണം ബോഡിയും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് ലോക്കായതും മേലത്തെ പോർഷൻ വരെ ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വന്നാലോ തിരിച്ച് നമുക്കത് പ്രോപ്പറായിട്ട് സീൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇവിടെ കാണാം, ഇതിനകത്ത് സൈഡ് കോഫ് ഉണ്ട്. അത് സൈഡിൽ സപ്ലൈ വരുന്ന കോഫുകളുണ്ട്. അപ്പോൾ ഒന്നുകൂടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാറില്ല. പിന്നെ അതുപോലെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിൻ്റെ പുറമെയുള്ള ഒരു ഫിലിം റിമൂവ് ചെയ്തിട്ടില്ല. അത്തരത്തിൽ ഉള്ളത് കൊണ്ട് TVക്ക് യാതൊരുവിധ പ്രൊട്ടക്ഷൻ ഇല്ലെന്ന് മനസ്സിലാക്കുക. അതായത് ഡാമേജോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റോ വരാനുള്ള സാധ്യത ഒരിക്കലും ഇത് കുറയ്ക്കുന്നില്ല ഈ ഷീറ്റ് ഉള്ളത് കൊണ്ട്. ഡിസ്പ്ലേ റിമൂവ് ചെയ്ത സമയത്ത് നമ്മൾ കാണുന്നത് ഇതിനകത്തുള്ള റിഫ്ലക്ടർ ഷീറ്റാണ്. നിങ്ങൾക്ക് കാണാൻ അതിനകത്ത് കുറേ കരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ LED മാറുന്ന വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ആ LED പോകാറാകുമ്പോൾ അതിനകത്തുള്ള ഹീറ്റ് കാരണം കൊണ്ട് ആ LED എമിറ്റ് ചെയ്യുന്ന ഒരു കാർബണാണ്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് LED റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഷീറ്റ് നമ്മൾ രണ്ടാമത് റീഫിക്സ് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ പിക്ചറിനകത്ത്, അതായത് വൈറ്റ് സ്ക്രീൻ വരുമ്പോൾ ആ ഒരു മാർക്കുകൾ തരത്തിൽ തന്നെ അവിടെ കാണാൻ സാധിക്കും. ഈ പാനൽ പ്ലേസ് ചെയ്യുന്ന ബീഡിങ് വളരെ, അതായത് സ്ക്രൂ ഇല്ല, അതായത് ഫുൾ ലോക്കിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ അത് അഴിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ റിഫ്ലക്ടർ ഷീറ്റിനകത്തുള്ള കാർബൺ എത്രത്തോളം നിങ്ങൾക്ക് കാണാം. ഇതിന് 2 ലെയർ ഷീറ്റ് വരുന്നുണ്ട്. അകത്തുള്ള ഹാർഡായിട്ടുള്ള ഷീറ്റിനകത്താണ് ഇത് കൂടുതലും ഡിപ്പോസിറ്റ് ആയിട്ടുള്ളത്. ചില TVകളിൽ LED പോവാതെ തന്നെ ഇത്തരത്തിൽ സ്ക്രീനിൽ അതല്ലെങ്കിൽ ഈ വൈറ്റ് ഷീറ്റിന് ഇത്തരത്തിൽ കാർബൺ വരാറുണ്ട്. അതിൻ്റെ കാരണം LED പോകാറാകുമ്പോഴോ അല്ലെങ്കിൽ കുറേ നാൾ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ വരാറുള്ളത്. അത് എല്ലാ TVകളിലൊന്നും വരാറില്ല, കുറേ അധികം പഴക്കം ചെന്ന TVയിലാണ് വരാറുള്ളത്. പക്ഷേ ഇവിടെ ഇതാകെ ഒരു 1-2 വർഷത്തിനുള്ളിലാണ് ഇത്തരത്തിൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ആ LEDയുടെ ഒരു ക്വാളിറ്റി പ്രശ്നം കൊണ്ടായിരിക്കാം ഇത്ര പെട്ടെന്ന് തന്നെ ഇത് പോകാനുള്ള റീസൺ. റിഫ്ലക്ടർ ഷീറ്റ് റിമൂവ് ചെയ്ത സമയത്തൊക്കെ LED കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് 7 LED ആണ് വരുന്നത്. അതായത് ഒരു സ്ട്രിപ്പിനകത്ത് 7 LED വരുന്നുണ്ട്. അതുപോലത്തെ 2 സ്ട്രിപ്പാണ് ഒരു TVക്കകത്തുള്ളത്. ഇതിൽ ഏത് LED ആണ് എത്ര എണ്ണമാണ് പോകേണ്ടത് നമുക്ക് LED ചെക്കർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ പുറത്തുനിന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് വോൾട്ടേജ് കാണിക്കില്ല. കാരണം എല്ലാം സീരീസ് കണക്റ്റഡ് ആയതുകൊണ്ട് ഒരു LED പോയാലും ഇത് കംപ്ലീറ്റ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് LED ഔട്ട്പുട്ട് കാണിക്കില്ല. അതായത് LED ചെക്കറിന് ഔട്ട്പുട്ട് വരില്ല. LED ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് താഴത്തെ ഒരു ലെയറുള്ള LED ഓക്കെയാണ്. അതായത് വോൾട്ടേജ് ഫുൾ എടുക്കുന്നുണ്ട്, അതായത് ഫുൾ ബ്രൈറ്റ്നസ്സിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മേലത്തോടെ ചെക്ക് ചെയ്ത് നോക്കാം. മേലത്തെ LED വർക്കിംഗ് അല്ല, അതായത് ആ സ്റ്റെപ്പാണ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ മാറുന്ന സമയത്ത് 2 മാറുന്നുണ്ട് ഇവിടെ. കാരണം എല്ലാം ഒരേ ബാച്ച് ആയതുകൊണ്ട് തന്നെ അത് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് 2 നമ്മൾ മാറും. ഇവിടെ ഒരു LED വരുന്നത് 3 വോൾട്ടാണ്. അതായത് 3 വോൾട്ടാണ് ഒരു LED വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ്. അതുപോലെ 7 ഉണ്ട്. അങ്ങനെ 21 വോൾട്ടാണ് ഒരു സ്ട്രിപ്പ്, അതായത് ഒരു LED സ്ട്രിപ്പ് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ഉണ്ട്. ഇവിടെ അങ്ങനത്തെ 2 ഉണ്ട്. ഒരു LED സ്ട്രിപ്പ് 21 വോൾട്ട്, അങ്ങനെ 2 ആകുമ്പോൾ 42 വോൾട്ടാണ് ഈ LED വർക്ക് ചെയ്യാൻ വേണ്ട ആകെ വോൾട്ടേജ്.
LED എല്ലാം വർക്കിംഗ് ആണെങ്കിൽ ഔട്ട്പുട്ട്, അതായത് നമ്മുടെ LED പുറമേയുള്ള ബോർഡിൽ കണക്ട് ചെയ്യുന്ന അവിടെ ചെക്ക് ചെയ്യുമ്പോൾ സാധാരണ 42 വോൾട്ട് കാണിച്ചില്ല എങ്കിൽ ഉറപ്പായിട്ട് LED പോയതായിരിക്കും. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഒന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും LED രണ്ടെണ്ണം തന്നെ കംപ്ലീറ്റ് മാറുന്നുണ്ട്. LED ബാക്ക് ലൈറ്റ് എപ്പോഴും ഫുൾ സെറ്റായിട്ട് തന്നെ മാറുന്നതാണ് നല്ലത്. ഇവിടെ ഈ താഴെ ഇരിക്കുന്നതാണ് നമ്മൾ പുതിയതായിട്ട് ഇടാൻ പോകുന്ന LED. സെയിം തന്നെയാണ്, അതായത് 7 LED 3 വോൾട്ട്, ആ കണക്ടറെല്ലാം സെയിം തന്നെയാണ്. LED മാറുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ആ കാർബൺ ഡിപ്പോസിറ്റ്, അതായത് ആ കരി പിടിച്ചിട്ടുള്ള എല്ലാ ഷീറ്റുകളും നമ്മൾ ക്ലീൻ ചെയ്യണം. അതായത് സാധാരണ ഒരു വെറ്റായിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. LED ചുറ്റും വരുന്ന ഈ ഷീറ്റും അതുപോലെ ആ പുറമേ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള ഷീറ്റ് മാത്രമാണ് ഇത്തരത്തിൽ തുടച്ചെടുക്കാൻ പറ്റുന്നത്. പുറമേ വരുന്ന ആ ഒരു വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് ഒരിക്കലും ക്ലോത്ത് വെച്ച് തുടക്കരുത്. അത് തുടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു പിക്ചറിനെ ബാധിക്കും. അതായത് കുറേ മാർക്കുകളും പാടുകളൊക്കെ ആയിട്ട് അത് മാറും. സോ അങ്ങനെ ആ ഏറ്റവും പുറമേയുള്ള ലെയർ ഒരിക്കലും ക്ലോത്ത് വെച്ച് തുടയ്ക്കാതിരിക്കുക. പുതിയ LED എല്ലാം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ LEDയിലെ സപ്ലൈ കണക്ട് ചെയ്ത് ബോർഡൊന്ന് ഓണാക്കി TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. എല്ലാ LEDയും വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. LED നമ്മൾ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഷോർട്ട് ചെയ്തിട്ടാണ് ഇത് ഓൺ ചെയ്യുന്നത്. അതായത് സ്വിച്ചിന് പകരം ഷോർട്ട് ചെയ്തിട്ട് ഓണാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം LED എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ LED പോകാനുള്ള റീസൺ LEDയുടെ ക്വാളിറ്റി തന്നെയാണ്. കാരണം ഇത് നമ്മൾ 2 LED സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് വരുന്ന ഒറിജിനൽ LED ആണ്. അത് താഴെ അലുമിനിയമാണ് വരുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ളത് LGയുടെ തന്നെ 32 ഇഞ്ചിൻ്റെ ഒരു 2 സ്റ്റെപ്പ് വരുന്ന മോഡലാണ്. അതിനടിയിൽ താഴെ വരുന്നത് കോപ്പറാണ്. അപ്പോൾ അത് അലുമിനിയത്തേക്ക് കൂടുതൽ ടെമ്പറേച്ചർ അത് അബ്സോർബ് ചെയ്യാനുള്ള അത് കോപ്പറിന് കൂടുതലാണ്. അപ്പോൾ കോപ്പറായിട്ടുള്ള LEDകൾ കുറച്ചധികം ലൈഫ് കിട്ടുന്നതാണ്. ഉണ്ടായിരുന്ന ചില വീഡിയോക്കോൺ അതുപോലെ സാൻസൈ ഫിലിപ്സിലൊക്കെ പ്ലാസ്റ്റിക് ബോർഡ് വരുന്നുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന അതായത് നോർമൽ LED ആണ്. പക്ഷേ ആ LEDക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് 5-6 വർഷമൊക്കെ LED കംപ്ലൈൻറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ LEDയുടെ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നം, പിന്നെ ബോഡി പ്ലാസ്റ്റിക് ആയതുകൊണ്ടും ഈ 2 കാരണം കൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിൽ LED പോകാനുള്ള റീസൺ. ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇവർ നല്ല ക്വാളിറ്റിയുള്ള കോപ്പറായിട്ടുള്ള ഇത് ഉപയോഗിക്കണമായിരുന്നു. അതായത് ബോഡി പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടെ കോപ്പറായിട്ടുള്ള ഉപയോഗിച്ച് ഒരു പരിധി വരെയൊക്കെ നമുക്കിത് ഒരു 3 വർഷമെങ്കിലും അല്ലെങ്കിൽ 4 വർഷമെങ്കിലും ലൈഫ് കിട്ടിയാണ്. മിനിമം ഒരു 3 എങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത് വളരെ തിന്നായിട്ടുള്ള അലുമിനിയത്തിൻ്റെ LEDകളാണ്, അതുപോലെ പ്ലാസ്റ്റിക് ബോഡിയാണ്. കുറച്ചുകൂടെയൊക്കെ നല്ല LED കൊടുക്കുമായിരുന്നു തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ബഡ്ജറ്റ് TV ആയതുകൊണ്ട് അത്ര ഒരു എക്സ്പെക്റ്റേഷൻ അതിനകത്ത് നമ്മൾ കൊടുക്കുന്നില്ല. എന്നാലും നമ്മളത് LED റീഫിക്സ് ചെയ്ത് പാനലൊക്കെ തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ എഡ്ജൊക്കെ കറക്റ്റ് ഇരുന്നിട്ടുണ്ടോ, അതായത് ആ സ്പേസിനകത്തോട്ട് പാനൽ പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഈ ഫ്രെയിമൊക്കെ ഇടുന്നത്. അപ്പോൾ അത് അറിയാത്ത ആളുകൾ അഴിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ പാനൽ പൊട്ടുന്നതാണ് ഒരുപാട് കംപ്ലയിൻറ്റ്സ് നമുക്ക് വരാറുണ്ട്. അതായത് പല ആൾക്കാരും വീഡിയോ കണ്ടിട്ടൊക്കെ പാനൽ അഴിക്കുന്ന സമയത്ത് സൈഡിൽ കോർണറിൽ എവിടെയൊക്കെ ക്രാക്കായിട്ട് ഡിസ്പ്ലേ എന്തായാലും മാറേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഒരുപാട് എക്സ്പീരിയൻസ് കൊണ്ടാണ് പല ടൈപ്പ് പാനലുകളൊക്കെ അഴിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് അഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലർക്ക് തോന്നാം പിന്നെ എന്തിനാണ് ഞങ്ങൾ വീഡിയോ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അവയർനെസ് മാത്രമാണ്. അത് LED എന്തുകൊണ്ട് പെട്ടെന്ന് പോകുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ്, അപ്പോൾ എങ്ങനത്തെ TV വാങ്ങണം എന്നുള്ളൊരു അവയർനെസ്സാണ് ഇത്തരം ഉദ്ദേശിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അത് ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കുമോ LEDയുടെ ആയിരിക്കും എന്ന് ഡൗട്ടുകൾ ചോദിക്കേണ്ട. പക്ഷേ അത് നല്ലതാണ്, നമുക്ക് അതിനെക്കുറിച്ച് അറിവുള്ളവരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും. അപ്പോൾ ആ ഒരു അറിവ് എന്തായാലും നല്ലതാണ്. അപ്പോൾ അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളതിൻ്റെ ബാക്ക് കവറെല്ലാം പ്രോപ്പറായിട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഐബലിൻ്റെ ഇപ്പോഴത്തെ TVകളിൽ മാത്രമാണ് ഇത്തരത്തിൽ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ടുള്ളൂ. മുമ്പ് ഒരു 4-5 വർഷം മുമ്പ് ഇറങ്ങിയിരുന്ന ഐബലിൻ്റെ TVകളിൽ LED ഒക്കെ ഒരു 4 വർഷം 5 വർഷം കൂടുതൽ ലൈഫ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ കൂടുതൽ ഉപയോഗിച്ചത് LG ആയിരുന്നു. എല്ലാ മോഡൽസും കംപ്ലയിൻ്റ് ആണെന്നല്ല, ഇപ്പോൾ വരുന്ന ഒരു മോഡൽസ് പഴയ മോഡലിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കംപ്ലയിൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് 1.5 വർഷമാകുമ്പോഴത്തേന് LED പോകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് LEDയുടെ ക്വാളിറ്റി കുറവായിട്ട് തന്നെയാണ്. വീഡിയോ യൂസ്ഫുൾ ആയതൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.